ഹായ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് 7 ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കലിന്റെ PDF-ലെ ഫസ്റ്റ് 7 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവരും അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആ സ്പെസിഫിക് ക്വസ്റ്റ്യൻ നമ്പറോ പേജ് നമ്പറോ ഒക്കെ മെൻഷൻ ചെയ്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം. അപ്പൊ ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞു തരാം കേട്ടോ. ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7-ലാണ് നിർത്തിയത്. ഇത് നമ്മൾ ഇനി ഓർഡറിൽ അങ്ങോട്ട് ചെയ്ത് വരണില്ല. ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ പേജിനകത്തല്ല നെക്സ്റ്റ് പേജിലാണ് വരുന്നത്. അതിനകത്തുള്ളതൊക്കെ സംഭവം സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ അത്രയും ലീവ് ചെയ്തിട്ട് കുറച്ച് വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ഞാൻ അന്ന് പറഞ്ഞിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സെറ്റിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ ചെയ്യുക, ദെൻ നെക്സ്റ്റ് സെറ്റിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ ചെയ്യുക, അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ സംഭവം അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം കേട്ടോ. ഒന്ന് ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കിയേ. A 4.5 centimeter needle is placed 12 centimeter away from a convex mirror of focal length 15 centimeter. Give the location of the image and the magnification. Describe what happens as the needle is moved farther from the mirror. അപ്പോ ഏറ്റവും ആദ്യം എന്താ ചെയ്യണ്ടേ? ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതാം അല്ലെ. അപ്പോ ആദ്യം a 4 centimeter needle is placed 12 centimeter away from a convex mirror. പറയുന്നത് കോൺവെക്സ് മിററിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്ട് അല്ലെ, നീഡിലിന്റെ ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്ട് ഇസ് ഗിവൺ ടു ബി 4.5 centimeter. is placed 12 centimeter away from a convex mirror. അപ്പൊ എന്താ പറഞ്ഞിരിക്കണേ? ഇറ്റ് ഈസ് പ്ലേസ്ഡ്. അപ്പൊ അത് യു വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 25 centimeter. 25 centimeter. യു വാല്യൂ ആണ്. ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. -25 centimeter from a convex mirror of focal length. ഏത് മിററിനെ പറ്റിയിട്ടാ പറയുന്നത്? കോൺവെക്സ് മിററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഹാവിംഗ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 15 centimeter. എഗെയിൻ സൈൻ കൺവെൻഷൻ ആലോചിച്ച് നോക്കുക. ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും കോൺവെക്സ് മിററിന്? പോസിറ്റീവ് ആയിരിക്കും അല്ലെ, പ്ലസ് 15 centimeter ആയിരിക്കും. ഗിവ് ദ ലൊക്കേഷൻ ഓഫ് ദ ഇമേജ് ആൻഡ് മാഗ്നിഫിക്കേഷൻ. എന്താ ലൊക്കേഷൻ ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞാൽ വാട്ട് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട്? വി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. വി കണ്ടുപിടിക്കണം. ആൻഡ് അവര് പറയുന്നു മാഗ്നിഫിക്കേഷനും കണ്ടുപിടിക്കണം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിവിടെ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റും യുവും എഫും തന്നിട്ടുണ്ട്. യുവും എഫും തന്നിട്ടുണ്ടെങ്കിൽ മിറർ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വിന്റെ വാല്യൂ കിട്ടും അല്ലെ. അപ്പൊ അപ്ലൈ ചെയ്ത് നോക്കി. 1/f is equal to 1/v plus 1/u അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ആണ്. അപ്പൊ ഇക്വേഷൻ വിന്റെ ടേമിലാക്കി -1/u. LCM എടുക്കോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യോ, നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഞാൻ ക്വാണ്ടിറ്റി എഴുതിയപ്പോഴത്തേനും ഒന്ന് തെറ്റിയിട്ടുണ്ട്. US 12 centimeter ആണ് കേട്ടോ. 4.5 centimeter. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മാറിപ്പോയതാണ് നോക്കിയപ്പോഴത്തേനും. അപ്പോ 4.5 centimeter needle is placed 12 centimeter ആണ്. അപ്പോ U 12 centimeter ആണ് കേട്ടോ. ഇവിടെ വരുമ്പോഴേക്കും it is 12. ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല. സൈൻ കൺവെൻഷനിലൊന്നും വ്യത്യാസമില്ല. എഫ് ഫോക്കൽ ലെങ്ത് 15 centimeter തന്നെയാണ്. ഓക്കെ, ഇവിടെ LCM എടുക്കുകയാണെങ്കിൽ LCM എടുക്കാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. LCM എത്ര വരും? LCM 60 വരും അല്ലെ.
9/60 എന്ന് വരും. 1/v വാല്യൂ. ദിസ് ഇസ് 1/v. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? v ആണ് കണ്ടുപിടിക്കണ്ടേ അല്ലെ? സോ വാട്ട് ഇസ് v? v is equal to 60/9. 60/9 ഡിവൈഡ് ചെയ്യുക. നോർമൽ ഡിവിഷൻ ചെയ്താൽ മതി. നോർമൽ ഡിവിഷൻ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. v is equal to 60/9. Okay. So this is your v value. അപ്പൊ നമുക്ക് v യുടെ വാല്യൂ കിട്ടി. ഇവിടെ 6.66 സെന്റിമീറ്റേഴ്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിഫിക്കേഷൻ അല്ലെ? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഇപ്പൊ u ഉണ്ട്, v ഉണ്ട്. ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വാട്ട് ഇസ് ദി ഇക്വേഷൻ ടു ഫൈൻഡ് മാഗ്നിഫിക്കേഷൻ? m is equal to - v by u അല്ലെ? അപ്പൊ ഞാൻ ഈ v എടുക്കാൻ നേരത്ത് ഇതിലേക്ക് പോകുന്നില്ല. എനിക്ക് എപ്പോഴും ഇതാണ് കംഫർട്ടബിൾ, അതുകൊണ്ടാണ് ഞാൻ ആ വാല്യൂ എടുക്കുന്നത്. അത് മാത്രല്ല, നമുക്കിത് കംപ്ലീറ്റ് ഡെസിമൽ ഫുൾ ഡിവൈഡ് ചെയ്ത് പോയിട്ടുള്ളൊരു നമ്പർ അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ചെറിയ ചെറിയ എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ നമ്പറിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. സോ പിന്നെ ഈ കൂടെയുള്ള മൈനസിനെ ഒന്നും വിഴുങ്ങി കളയല്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. ഞാൻ ക്ലാസ് എടുത്തപ്പോഴും പല പ്രാവശ്യം പറഞ്ഞതാണ്, നെഗറ്റീവ് സൈൻ കൺവെൻഷൻസും ഇക്വേഷനിലുള്ള നെഗറ്റീവ് ഒന്നും മാറ്റിക്കളയല്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാല് നമ്മൾ കിട്ടുന്ന പൊസിഷനിൽ മാറ്റം വരും കേട്ടോ. ഓക്കെ, സോ -60/9 പിന്നെന്താ? ബൈ u എന്താണ്? -12 അല്ലെ? -12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 12/1 ആണ്. ഓൾറെഡി ഇതൊരു ഫ്രാക്ഷൻ ആണ്. എഗെയിൻ നമുക്ക് 12/1 ഒരു ഫ്രാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഫ്രാക്ഷൻസിന്റെ ഡിവിഷൻ വന്നു. അപ്പൊ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? അപ്പൊ എന്ത് വരും? ഞാൻ ഈ ആദ്യത്തെ പോർഷൻ റബ്ബ് ചെയ്യാണ്. That is -60/9 into -12/1 പകരം ഞാൻ 1/12 എന്ന് എടുത്തു. അപ്പൊ ഓൾറെഡി രണ്ടും മൈനസ്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്കത് പ്ലസ് ആക്കാം കേട്ടോ. അപ്പൊ അവിടെ മൈനസ് ആൻഡ് മൈനസ് വന്നുകൊണ്ട് ആ വാല്യൂ പ്ലസ് ആയിരിക്കും. ആൻഡ് വാട്ട് ഇസ് ദിസ്? ഇത് കട്ട് ചെയ്യാലോ. അപ്പൊ എന്ത് കിട്ടി ആൻസർ? 5/9 എന്ന് വരും കേട്ടോ. റെക്കോർഡ് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പൊ ആൻസർ എത്ര വന്നു പറഞ്ഞത്? 5/9 അല്ലേ? ഈക്വൽ ടു 5/9. 5/9 എന്ന് പറയുമ്പോഴത്തേനും ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ നോക്കി എത്ര വരുമെന്ന്? ഈക്വൽ ടു 0.55 എന്ന് വരും കേട്ടോ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന കാര്യം ഒന്ന് നോക്കി ആലോചിച്ച് നോക്കി. ഇതൊക്കെ ശരിയാവും, നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇസ് അബൌട്ട് എ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ ആണ്. ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഓബ്ജക്റ്റ് ഇരിക്കുന്നത് 12 സെന്റിമീറ്ററിലാണ്. നമുക്ക് എങ്ങനത്തെ ഇമേജ് കിട്ടണം? വി കണ്ടോ? പോസിറ്റീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? പോസിറ്റീവ് അല്ലേ നമുക്ക് കിട്ടേണ്ടത്? ആണ്. ദെൻ എമ്മിന്റെ വാല്യൂ നോക്കിയേ, ലെസ് ദാൻ 1 വരണം അല്ലെ? ഓൾസോ പോസിറ്റീവിലാ കിട്ടിയിരിക്കണേ. എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് വെർച്വൽ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. ആൻഡ് ഓൾസോ ലെസ് ദാൻ 1 ആയിരിക്കും അല്ലെ? ഡിമിനിഷ്ഡ് ഇമേജ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് വാല്യൂസ് കണ്ടിട്ട് അതിൽ നിന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇനി ഓർഡറിൽ ക്വസ്റ്റ്യൻ നമ്പർ 8 അല്ല നോക്കുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. അതിനിടയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് നോക്കിയിട്ട് കിട്ടിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ആ ക്വസ്റ്റ്യൻ, സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ, അല്ലെ പറഞ്ഞു തരാം. അപ്പൊ റീഡ് ക്വസ്റ്റ്യൻ നമ്പർ 21. When an object is placed at a distance of 60 cm from a convex mirror, the magnification produced is 1/2. Where should the object be placed
to get a magnification of 1/3? നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ്സ് അബൌട്ട് എ കോൺവെക്സ് മിറർ. നമ്മൾ പറയുന്നത് കോൺവെക്സ് മിററിന്റെ കാര്യമാണ്. ഈ കോൺവെക്സ് മിററില് നമ്മള് അറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ ഒരു 60 സെന്റിമീറ്ററിൽ കൊണ്ടുപോയിട്ട് എന്ത് വെച്ചു, ഓരോ ഓബ്ജക്റ്റ് വെച്ചപ്പോഴത്തേനും അതിന്റെ മാഗ്നിഫിക്കേഷൻ എനിക്ക് കിട്ടിയത് 1/2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ മിററില് എനിക്ക് മാഗ്നിഫിക്കേഷൻ 1/3 കിട്ടണമെങ്കിൽ if the magnification is 1/3, where the object be placed? എവിടെയായിരിക്കും നമ്മൾ കൊണ്ടുപോയിട്ട് ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്? മിറർ മാറിയിട്ടില്ല, അതേ കോൺവെക്സ് മിറർ ആണ്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇതിലെന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഈ മിററില് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ കൊണ്ടുപോയിട്ട് ഓബ്ജക്റ്റ് വെച്ചപ്പോഴത്തേനും മാഗ്നിഫിക്കേഷൻ 1/2 കിട്ടിയെന്നാണ്. മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷനില് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എവിടെയാണ് ഇമേജ് ഫോം ചെയ്തതെന്ന് കിട്ടും. ആ ഇമേജിന്റെ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പർട്ടിക്കുലർ മിററിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് മിറർ മാറിയിട്ടില്ല എന്നാണെങ്കിൽ ആ മിററിന് ഈ കണ്ടീഷനിലും ഫോക്കൽ ലെങ്ത് സെയിം തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, സോ m is equal to minus v by u അല്ലെ? ദാറ്റ് ഈസ്, നോക്കി, കോൺവെക്സ് മിറർ ആണ്, അപ്പൊ m പോസിറ്റീവ് ആയിരിക്കണം അല്ലെ? 1/2 is equal to minus v by u എന്താ? -60. ഓക്കെ, അങ്ങനെയാണെങ്കിൽ what is v then? v is equal to 60. ഈ 16 എനിക്ക് അങ്ങ് കൊണ്ടുപോവാം അല്ലെ? 60/2 that is equal to 30 സെന്റിമീറ്റേഴ്സ്. അപ്പൊ ഈ പർട്ടിക്കുലർ കണ്ടീഷനില് എന്റെ v വാല്യൂ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തുണ്ട്? u ഉണ്ട്, v ഉണ്ട്. ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് f. അതിന് മിറർ ഫോർമുല എടുക്കുക. 1/f is equal to 1/v plus 1/u അല്ലെ? 1/v ഇവിടെ 30 സെന്റിമീറ്റർ കിട്ടിയിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് 1/-60 അല്ലെ? That is 2 minus 1/60 is equal to 1/60. ഇതെന്താ 1/60 എന്ന് പറയുന്നത്? 1/f ആണ്. So what is f? f is equal to 60 സെന്റിമീറ്റർ. കണ്ടോ, പോസിറ്റീവ് ആണ് നമുക്ക് കിട്ടിയത്. പോസിറ്റീവ് ആണ്, കോൺവെക്സ് മിറർ ആണല്ലോ, അപ്പൊ പോസിറ്റീവ് ആയിരിക്കും. f is equal to 60 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് f 60 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാം, f 60 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു മിററിന്റെ, കോൺവെക്സ് മിററിന് മാഗ്നിഫിക്കേഷൻ 1/3 കിട്ടണമെങ്കിൽ നമ്മൾ ഓബ്ജക്റ്റ് എവിടെ വെക്കണം? അതാണ് അടുത്ത കണ്ടീഷൻ. അപ്പൊ ഞാൻ ആ എഫ് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി ബോർഡ് മായ്ക്കുകയാണ്. എഴുതാനുള്ളവർ എഴുതിക്കോളൂ കേട്ടോ. എഫ് 60 സെന്റിമീറ്റർ ആണ്. ആ ഒരു കണ്ടീഷൻ മാത്രമാണ് നമുക്ക് ഇനി അടുത്തതിലേക്ക് നോക്കാവുന്നത്. അതായത് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ മാഗ്നിഫിക്കേഷൻ ടു ബി 1/3 വേർ അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് യു ആണ് നമുക്ക് നോക്കാനുള്ളത്. എഫ് 60 കിട്ടിയിട്ട് നമുക്ക് ഈ കേസിൽ 60 സെന്റിമീറ്റർ. അപ്പൊ നമ്മുടെ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു 1/3 ആണ് അല്ലെ? 1/3 is equal to minus v by u. ഓക്കെ, അപ്പൊ ഞാൻ ഈ v നെ ഇൻ ടേംസ് ഓഫ് u ആക്കിയിട്ട് എഴുതാണ്. ദാറ്റ് is minus v is equal to u by 3. തെറ്റുണ്ടോ? ഇല്ല അല്ലെ? ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ എന്റെ u എന്ന് എടുക്കാണ് ഞാൻ, ആൻഡ് വിക്ക് പകരം ഞാൻ u/3. ഇപ്പൊ ഇത് മൈനസ് വി ആണ്. അപ്പൊ വാട്ട് ഇസ് v? v is equal to minus u/3 എന്ന് എടുക്കാം എനിക്ക്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഇത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ എഫ്, ആ മിററിന്റെ എഫ് 60 ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്.
ഇനി ഞാന് ആ 60 എന്നുള്ള കേസിലേക്ക് ഫോക്കൽ ലെങ്ത് 60 എന്നുള്ള കേസിൽ u വാല്യൂവും ഈ v വാല്യൂവും കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ദാറ്റ് ഈസ് 1/f is equal to 1/v plus 1/u. ഓക്കെ, ഇനി എന്താ 1/f എന്ന് പറയണത്? 1/60 is equal to v ക്ക് പകരം എനിക്ക് എന്തെടുക്കാം? -u/3 എന്ന് എടുക്കാം അല്ലെ. 1/-u/3 plus 1/u. നോക്കിയേ, 1/-u/3 ക്ക് പകരം എനിക്ക് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ 3/-3/u എന്ന് എഴുതിക്കൂടെ? എന്തുകൊണ്ടാ? 1/-u/3 ക്ക് പകരം into 3/u ഉണ്ടോ? അങ്ങനെ വന്നതുകൊണ്ടാണ് -3/u എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ മാത്സ് ആണ്, കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, 1/u. ഇപ്പൊ നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി. -3 + 1 അപ്പൊ എന്ത് കിട്ടും? -2/u. അതെന്താ? 1/60. ഓക്കെ, അങ്ങനെയാണെങ്കിൽ what is u? u എന്തായിരിക്കും? u is equal to u ഇങ്ങോട്ട് പോയി 60 അങ്ങോട്ട് പോകും. അപ്പൊ എത്ര കിട്ടും? u equal to -120 ഉണ്ടോ? -2 into 60 -120 സെന്റിമീറ്റർ. അപ്പൊ എന്താ ആൻസർ വരാ? 120 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് മിറർ ഹാവിംഗ് ഫോക്കൽ ലെങ്ത് എത്രയാണ്? 60 സെന്റിമീറ്റർ വെച്ചാല് you will get a magnification of 1/3. Okay, that is your answer. ചെയ്ത് നോക്കണം കേട്ടോ. കാണാണ്ട് അല്ലെങ്കിൽ ബോർഡിൽ നോക്കിയിട്ട് ഇതിങ്ങനെ പകർത്തി എഴുതിയിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണെങ്കിൽ റെഫർ ചെയ്യുക. ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കുക. എഗെയിൻ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക കേട്ടോ. അല്ലാതെ ഇത് നോക്കി ഇങ്ങനെ പകർത്തി വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ് നോക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ റീഡ് ചെയ്തോളൂ. An object 3 cm high is held at a distance of 50 cm from a diverging mirror of focal length 25 cm. Find the nature, position and size of the image found. Normal ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാ തന്നിരിക്കണേന്ന് നോക്കിയേ. An object 3 cm high എന്ന് വെച്ചാൽ എന്താ? ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ആണ് തന്നിരിക്കുന്നത് is 3 cm. Is held at a distance of 50 cm from a diverging mirror. What is a diverging mirror? Convex അല്ലെ? Convex mirror ആണ്. u എത്രയാന്ന് പറഞ്ഞിരിക്കുന്നത്? Is held at a distance of 50 cm. As it is u, you can give negative. Focal length 25 cm. f is equal to 25 cm. ഫോക്കൽ ലെങ്ത് ആണ്. കോൺവെക്സ് മിറർ ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. ഫൈൻഡ് ദ നേച്ചർ, പൊസിഷൻ. പൊസിഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം? പൊസിഷൻ ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് v കണ്ടുപിടിക്കണം. നേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് m കണ്ടുപിടിക്കുക. ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ്, ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്ട് കണ്ടുപിടിക്കുക. ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്രയുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഫും യു ഉണ്ട്. മിറർ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ട് യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വി. വി കിട്ടിക്കഴിഞ്ഞാല് യുവും വിയും ആകും. എം കണ്ടുപിടിക്കാം. ദെൻ ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റും ഉണ്ട്, എമ്മും ഉണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്ലൈയിങ് ഇൻ മിറർ ഫോർമുല 1/f is equal to 1/v plus 1/u. ഓരോ പ്രാവശ്യവും നിങ്ങൾ വിചാരിക്കും എന്തിനാ ഞാൻ ഈ ഫോർമുല ഇങ്ങനെ എഴുതി വെക്കണേന്ന്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾ സൈൻ കൺവെൻഷൻ എടുത്തപ്പോൾ തെറ്റിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആഡ് ചെയ്തപ്പോഴോ LCM എടുത്തപ്പോഴോ ഒക്കെ തെറ്റിയിട്ടുണ്ടാവാം. നിങ്ങളുടെ ഏതെങ്കിലും സ്റ്റെപ്പിന്റെ എവിടെയെങ്കിലും വെച്ച് തെറ്റിയിട്ടുണ്ടെങ്കിലും
ടിൽ ദിസ് ഈ ക്വാണ്ടിറ്റി എടുത്തെഴുതി ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെയെങ്കിലും മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയണേ കേട്ടോ. അപ്പൊ 1/f is equal to 1/v plus 1/u. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് v ആണ്. അതുകൊണ്ട് ഞാൻ ഇൻ ടേംസ് ഓഫ് വിയിലേക്ക് മാറ്റി u. ഇനി തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ അതിനകത്തേക്ക് അങ്ങ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് 1/25 minus 1/-50. Reciprocal LCM 50 ആണ് വരിക. സോ ഇവിടെ മൈനസ് ഓഫ് മൈനസ് ഉണ്ട്, അപ്പൊ അവിടെ പ്ലസ് ആകും. 2 + 1/15 ആയി. ദാറ്റ് ഇസ് 3/50 ആണ് നമ്മുടെ 1/v. So what is v then? v is equal to 50/3. എത്ര കിട്ടും 50/3 എന്ന് പറയുമ്പോ? ഇതാണ് നിങ്ങളുടെ v വാല്യൂ കിട്ടുക കേട്ടോ. പോസിറ്റീവ് ആണ്. എന്തുകൊണ്ടാ പോസിറ്റീവ് ആയത്? വെർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ഇമേജ് ആണ് കിട്ടണേ. അപ്പൊ v പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ v കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? m കണ്ടുപിടിക്കാം. ഞാൻ ഓരോ പോർഷനും ചെറുതായിട്ട് എഴുതിയിട്ട് മായ്ച്ച് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ ക്ലിയർ ആവില്ല. ലാസ്റ്റ് ക്ലാസ്സിലത്തെ പാർട്ട് 1 ചെയ്തപ്പോഴത്തേനും നമുക്ക് ചെറിയ ലെറ്റേഴ്സ് നമ്മൾ യൂഷ്വലി ക്ലാസ്സിൽ എടുക്കുമ്പോഴത്തേനും എഴുതണം. അത്രയും ചെറുതായിട്ട് എഴുതുമ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ സെഷനും വായിച്ചിട്ട് വീണ്ടും എഴുതണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് പോയിട്ട് നോക്കാമല്ലോ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ. നമുക്ക് v കിട്ടി 16.66 എന്ന് കിട്ടി. ഞാൻ ആ v അപ്ലൈ ചെയ്തിട്ട് m മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. m is equal to -v/u. v എന്താ 50/3 ആ. ഞാൻ ഇത് എടുക്കുന്നില്ല കാരണം എന്താ ഇതൊരു റെക്കറിംഗ് നമ്പർ ആയതുകൊണ്ട് തന്നെ അതിൽ ക്ലാരിറ്റി കുറവുണ്ട്. പിന്നെ അതുമല്ല എനിക്ക് ഡിവിഷൻ എളുപ്പമാവും 50/3 എടുത്ത്. അതുകൊണ്ട് ഞാൻ 50/3 എടുക്കാണ്. -50/3/u എന്താ -50 അല്ലെ? അവിടെ മൈനസ് മൈനസ് അപ്പൊ തന്നെ പ്ലസ് ആയി. 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 50/1 ആണ്. 1/50 എന്ന് എഴുതാം അല്ലെ? സോ ഇവിടെ നോക്കിയേ ഇൻറ്റു 1/50 അപ്പൊ എന്തായി 1/3 എന്ന് കിട്ടി അല്ലെ? 1/3 പ്ലസ് ആണ് ആൻസർ. 1/3 എന്ന് കിട്ടി. എന്താ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോയിന്റ്. യെസ്, ഇതാണ് നമ്മുടെ മാഗ്നിഫിക്കേഷൻ വരാം. ഓക്കെ, മാഗ്നിഫിക്കേഷൻ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഞാൻ ഇപ്പോഴത്തെ ആൻസർ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. 16.66 സെന്റിമീറ്റർ, 0.33 ആൻഡ് HI കണ്ടുപിടിക്കാൻ പോവാണ്. HI/HO is equal to m ആണ്. m ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1/3 0.33 എന്നുള്ള വാല്യൂ ഞാൻ എടുക്കണില്ല, 1/3 ആണ് എടുക്കുന്നത്. സോ HI is equal to m into HO. That is 1/3 into height of the object എത്രയാ? 3 centimeter ആണ്. 3 and 3 get cancelled. 1 centimeter പ്ലസ് ആണ് കിട്ടുന്നത് അല്ലെ? ഹൈറ്റ് ഓഫ് ദ ഇമേജ് പ്ലസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറക്റ്റ് ആയതുകൊണ്ടാണ് പ്ലസ് ആയിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്കൊരു കാര്യം കൂടി മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് കണ്ടോ, വാല്യൂ 1നേക്കാളും ചെറുതാണ്. എമ്മിന്റെ വാല്യൂ 1നേക്കാൾ ചെറുതാണെങ്കിൽ ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ആണല്ലോ, കണ്ടോ ഒബ്ജക്റ്റ് 3 സെന്റിമീറ്റർ ഉണ്ട്, ഇമേജ് 1 സെന്റിമീറ്റർ ഉള്ളൂ, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 25 വായിക്കൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 25. A converging mirror of focal length 20 centimeter forms an image which is 2 times the size of the object. Calculate 2 possible distances of the object from the mirror.
A converging mirror of focal length 20 centimeter forms an image which is 2 times the size of the object. Calculate two possible distances of the object from the mirror. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നോക്കിയേ, a converging mirror of focal length 20 centimeter. Converging mirror എന്ന് വെച്ചാൽ എന്ത് മിറർ ആണ്? കോൺകേവ് മിറർ ആണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കണേ? It is having a focal length of 20 centimeter. കോൺകേവ് മിറർ ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് -20 centimeter ആണ്. മൈനസ് ആണ് കൊടുക്കേണ്ടത്. Forms an image which is 2 times the size of the object. അപ്പോ 2 times the size of the object എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓബ്ജക്റ്റിന്റെ ഹൈറ്റിനേക്കാളും ട്വൈസ് ആയി എന്ന് വെച്ചാൽ എന്താ? മാഗ്നിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നത് 2 ആണ്. മാഗ്നിഫിക്കേഷൻ 2 ആണ്. അതിൽ രണ്ട് കണ്ടീഷൻ പറയാണ്. കാൽക്കുലേറ്റ് the two possible distances of the object from the mirror. കാൽക്കുലേറ്റ് two possible distances. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് മാഗ്നിഫിക്കേഷൻ 2 കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എൻലാർജ്ഡ് ഇമേജ് കിട്ടുന്ന രണ്ട് കണ്ടീഷൻസ്. അപ്പൊ രണ്ട് കണ്ടീഷൻസിൽ എൻലാർജ്ഡ് ഇമേജ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരെണ്ണം ഓബ്ജക്റ്റ് ഫോക്കൽ ലെങ്തിനും സെന്റർ ഓഫ് കർവേച്ചറിനും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എൻ ഇമേജ് ബിയോണ്ട് സി. അന്നേരം നിങ്ങൾക്ക് എങ്ങനത്തെ ഇമേജ് കിട്ടും? എൻലാർജ്ഡ് ഇമേജ് കിട്ടും അല്ലെ? എൻലാർജ്ഡ് റിയൽ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും കിട്ടുന്നത് ഒരു കേസിൽ. രണ്ടാമത് ഈ എൻലാർജ്ഡ് ഇമേജ് ഇൻ കേസ് ഓഫ് എ കോൺകേവ് മിറർ കിട്ടുന്നത് when the object is placed between F and P. പ്രിൻസിപ്പൽ ഫോക്കസിനും പോളിനും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻലാർജ്ഡ് ഇമേജ് കിട്ടും. പക്ഷെ ആ ഇമേജ് എങ്ങനെയായിരിക്കും? വെർച്വൽ ആയിരിക്കും. വെർച്വൽ ആണെങ്കിൽ അതിന്റെ എമ്മിന്റെ വാല്യൂ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരും? മൈനസ് എന്ന് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ രണ്ട് പോസിബിൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഫ് രണ്ട് കേസിലും മിറർ മാറുന്നില്ലല്ലോ. അപ്പൊ എഫ് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? മൈനസ് തന്നെയായിരിക്കും. -20 തന്നെ ആയിരിക്കും. എഫ് ഇസ് ഈക്വൽ ടു -20 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. പക്ഷേ ഒരു കേസില് M2 ആൻഡ് അടുത്ത കേസില് M is equal to -2. അതായത് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്വൈസ് ആയി എന്നതുകൊണ്ടാണ് ആ 2 തന്നെ എഴുതിയിരിക്കുന്നത്. ഒരെണ്ണത്തില് പ്ലസ് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇമേജ് വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. ഇതില് റിയൽ ആയിരിക്കും. ഇതാണ് രണ്ട് പോസിബിൾ കണ്ടീഷൻസ്. ഇനി നമുക്ക് നേരത്തെ ഒക്കെ ചെയ്തതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അല്ലെ, ഒരു കാര്യം ചെയ്യും, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തില്ലേ, അതേ സെയിം മെത്തേഡ് ആണ് ചെയ്യേണ്ടത്. എം തന്നിട്ടുണ്ട്, എം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഹാഫ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതായത് എമ്മിന്റെ ഇക്വേഷൻ എന്താ? എം ഇസ് ഈക്വൽ ടു -v/u. ഓക്കെ, എം ഇസ് ഈക്വൽ ടു -v/u. അപ്പൊ എം എന്താണ്? ഒരു കേസ്, ഈ ഒരു കേസാണ് ഞാൻ ചെയ്യണേ, വെർച്വൽ ഇമേജ് കിട്ടുന്ന ഒരു കേസാണ് ചെയ്ത് കാണിച്ചു തരണേ. അപ്പൊ M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 is equal to -v/u. ഇനി വിനെ ഞാൻ ഇൻ ടേംസ് ഓഫ് u എഴുതാണെങ്കിൽ -v is equal to 2u. Therefore v is equal to -2u എന്ന് കിട്ടി ഈ കേസിൽ. ഇനി നമുക്ക് അവിടുത്തെ f അറിയാലോ, എന്താണ്? -20 ആണ്. അപ്പൊ ഞാൻ ആ മിറർ ഫോർമുലയിൽ അതങ്ങ് അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് 1/f is equal to 1/v plus 1/u. പക്ഷെ ഞാൻ ഈ വിക്ക് പകരം എന്തെഴുതും? യുവിന്റെ ടേംസിലായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തത് എഴുതും. അപ്പോ 1/-20 is equal to 1/-2u plus 1/u. ഓക്കെ, ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാണ്. എന്തായി? -1 plus 2/2u is equal to 1/2u എന്ന് കിട്ടും. അതെന്താ? is equal to -1/20 ആണ്. ഓക്കെ, -1 അടുത്ത സ്റ്റെപ്പിലായിട്ട് എഴുതാം കേട്ടോ. -1/20 is equal to 1/2u. അങ്ങനെയാണെങ്കിൽ -2u is equal to 20 എന്ന് എഴുതാൻ എനിക്ക്. -2u is equal to 20.
u is equal to minus 10 centimeters. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ ഒന്ന് നോക്കാമല്ലോ. ഒരു റേ ഡയഗ്രത്തിൽ നോക്കാം കേട്ടോ. ഈ കണ്ടീഷൻ നിങ്ങൾ തനിയെ ചെയ്യാം. ഈ സെയിം പ്രൊസീജിയർ ആണ്. വ്യത്യാസം വരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എടുക്കുമ്പോഴത്തേന് ഈ m എടുക്കുമ്പോ -2 ഇട്ട് ചെയ്യണം. നിങ്ങൾക്ക് ആൻസർ ഡിഫറെന്റ് ആയിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കണ്ടീഷന്റെ റേ ഡയഗ്രാം എങ്ങനെയാവുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺകേവ് മിററിനെ പറ്റിയിട്ടാണ് പറയണത്. കോൺകേവ് മിറർ വരച്ചു. ദിസ് ഇസ് യുവർ പോൾ. ഫോക്കൽ ലെങ്ത് എത്രയാ പറയുന്നത്? 20 സെന്റിമീറ്ററിലാണ് വരുന്നത്. ആൻഡ് യു ഇസ് ഗിവൺ ടു ബി 10. അതായത് യു ഇവിടെയാണ് ഇരിക്കുന്നത് അല്ലെ, ഓബ്ജക്റ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഓബ്ജക്റ്റ് ഇവിടെയാണ് ഇരിക്കണമെങ്കിൽ ദിസ് ഇസ് മൈ ഓബ്ജക്റ്റ്. ഉണ്ടോ? ഇതാണ് നമ്മുടെ എഫ് അല്ലെ. പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കണേ? എഫിൽ കൂടെ പോകും. അടുത്തൊരു കണ്ടീഷൻ, റേ ഡയഗ്രാം വരയ്ക്കാനൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? കുറെ നാളായില്ലേ റേ ഡയഗ്രാം വരച്ചിട്ട്? ഇങ്ങനെ പോകും അല്ലെ. അപ്പൊ നമ്മൾ നോക്കും, ഇസ് ദർ എ പോസിബിലിറ്റി, ഒരു സംഭവം ബിഹൈൻഡ് ദ മിറർ കൺവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ബിഹൈൻഡ് ദ മിറർ അവര് കൺവേർജ് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, സോ വിൽ ബി ഗെറ്റിംഗ് എ enlarged image, virtual erect image behind the mirror. അപ്പൊ അവിടെ പൊസിഷൻ എന്തായിരുന്നു? -10. ഇവിടെ ആയിരുന്നു ഓബ്ജക്റ്റ് വെച്ചത് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഈ എമ്മിന്റെ വാല്യൂ -2 എടുത്തു കഴിയുമ്പോഴത്തേനും യുവിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിട്ട് കിട്ടും. സംഭവം ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ചെയ്തു നോക്കാം. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതേപോലെ റേ ഡയഗ്രാം വെച്ചിട്ട് വരയ്ക്കാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ റേ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ പോലും ജസ്റ്റ് നിങ്ങൾക്ക് വരച്ചു നോക്കാം. അങ്ങനെ വരച്ചു നോക്കി കഴിയുമ്പോഴത്തേനും നിങ്ങൾ റേ ഡയഗ്രത്തിനും വരയ്ക്കാനും തറവാകും കേട്ടോ. ഓക്കെ, ഇതിന്റെ ഹാഫേ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഹാഫ് പോർഷൻ സ്വന്തമായിട്ട് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ആൻഡ് എല്ലാവരും ചെയ്തിട്ട് യു വാല്യൂ എത്രയാണെന്നൊന്ന് കമന്റ് ചെയ്യണേ, റിപ്ലൈ അയക്കണം കേട്ടോ. Now question number 26. Question number 26. ഒന്ന് വായിച്ചേ. Question number 26 വായിച്ചേ. The linear magnification of a convex mirror of focal length 15 cm is 1/3. What is the distance of the object from the focus of the mirror? ഇതും സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. ലീനിയർ മാഗ്നിഫിക്കേഷൻ ഓഫ് എ കോൺവെക്സ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് അഗെയിൻ ഇസ് അബൌട്ട് എ കോൺവെക്സ് മിറർ. അതിന്റെ ഫോക്കൽ ലെങ്ത് ഇസ് ഗിവൺ ടു ബി 15 centimeter. As it is a convex mirror, F sign convention അനുസരിച്ച് പോസിറ്റീവ് ആണ്. Magnification is given to be, M is given to be 1/3 അല്ലെ. M പോസിറ്റീവ് ആണ് കോൺവെക്സ് മിറർ ആയതുകൊണ്ട്. What is the distance of the object from the focus of the mirror? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിയും അല്ല യു ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. വിയും യു ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് what is the distance between the object from the focus of the mirror. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണേ ഇത് കോൺവെക്സ് അല്ലേ, ഒരു കോൺവെക്സ് മിററിന്റെ ഇവിടെ എഫ് ആണ് ആൻഡ് യു എവിടെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ സപ്പോസ് ഇവിടെയാണ് എനിക്ക് യു കിട്ടണതെന്ന് വിചാരിക്കും, ഇതാണ് എനിക്ക് യു കിട്ടണതെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തെന്നാ, ഇതാണ് ഉണ്ടോ, ഫ്രം ദ പോൾ ടു ദ ഓബ്ജെക്ട് അല്ലെങ്കിൽ ഫ്രം ദ പോൾ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്, ഫ്രം ദ പോൾ ടു ദ ഇമേജ്. ഇതാണ് യൂഷ്വലി നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് വാട്ട് ഇസ് ദിസ് പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്. അതാണ് ഈ ക്വസ്റ്റ്യനിലുള്ള വ്യത്യാസം. നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യുഒ വിഒ ഒക്കെ ആയിരിക്കും ആൻസർ ആയിട്ട് എഴുതി വെക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, സോ നേരത്തെ ചെയ്ത അതേ മെത്തേഡാണ് ചെയ്യേണ്ടത്.
that is നോക്കിയേ m 1/3 ആണ് അല്ലെ. അപ്പൊ m is equal to minus v by u, that is 1/3 is equal to minus v by u, minus v is equal to u by 3. v is equal to minus u by 3. Okay. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മിറർ ഫോർമുലയിൽ ഇതങ്ങ് അപ്ലൈ ചെയ്യാം. That is 1 by f is equal to 1 by v plus 1 by u. Okay. അപ്പൊ എന്താ ഈ f എന്ന് പറയുമ്പോഴത്തേനും 15 ആണ് അല്ലെ. 1 by 15 is equal to 1 by u is minus u by 3 plus 1 by u. ഈ മൈനസ് u by 3 പകരം എനിക്ക് എന്താ എഴുതാം? മൈനസ് 3 by u എന്ന് എഴുതാം. Is equal to minus 3 by u plus 1 by u. ആണല്ലോ. മൈനസ് 3 പ്ലസ് 1 എന്താണ്? മൈനസ് 2. മൈനസ് 2 by u 1 by 15 ഇപ്പുറത്ത്. So what is u? u is equal to minus 2 into 15 is equal to minus 30. Minus 30 u ആണ് centimeters. Minus 30 centimeter. ഇപ്പൊ നമുക്ക് u കിട്ടി. u is minus 30 centimeter. എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? What is the distance between the object and principal focus of the convex mirror? അപ്പൊ എന്താ? 30 minus 15. ആ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് is equal to 15 centimeters. ഇതാണ് ആൻസർ. ഓക്കെ. ശ്രദ്ധിച്ചില്ല എന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? v കൊണ്ടുപോയിട്ട് എഴുതി വെക്കും. ദാറ്റ് is 30 സെന്റിമീറ്റർ എന്ന് എഴുതുമ്പോൾ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് അറൌണ്ട് ഒരു 5 ക്വസ്റ്റ്യൻ ആണ്. 5 ക്വസ്റ്റ്യൻ ഇപ്പൊ നോക്കിയിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ സിമിലർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി അതിനകത്ത് വരുന്നതും സംഭവം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ഇന്ന് വരെ ആരും ചോദിച്ചിട്ടില്ല. ആകെ ഒരാളാണ് എന്നെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്ന ഡൗട്ട്. അപ്പൊ ഒരാൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നു അല്ലെ. ബാക്കിയുള്ളവരും ചെയ്യാം. ചെയ്തിട്ട് ഡൗട്ട് ഉള്ളത് വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോ അടുത്ത ദിവസം ഇപ്പൊ അറൌണ്ട് നമ്മൾ മിറേഴ്സിന്റെ ഓൾമോസ്റ്റ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കൂടുതൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ. ആൻഡ് അടുത്ത ദിവസം നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതുവരെയുള്ളത് നിങ്ങൾ നന്നായിട്ട് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.